കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ അധികമാരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ചുറ്റും മലനിരകളും പുഴകളും ഒക്കെ നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമം. വെൽക്കം ടു ചെമ്പനോട. ഇതൊരു കംപ്ലീറ്റ് ഫോറസ്റ്റ് റൂട്ടാണ്, അതുകൊണ്ട് തന്നെ ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു പൊടി മഴയും പിന്നെ ഈ ഫോറസ്റ്റ് റൂട്ടും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കുറ്റ്യാടിയുള്ള പെരുവണ്ണാമൂഴി ഡാം കഴിഞ്ഞാൽ ചെമ്പനോടയിലേക്കുള്ള ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് കാണാൻ വേണ്ടി പറ്റും. ഡാം കഴിഞ്ഞാൽ പിന്നെ മൊത്തം കാടാണ്. ഈ ഒരു ഏരിയയിൽ സ്ഥിരമായിട്ട് ആന ഇറങ്ങാറുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഈ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലായിട്ട് കുറച്ച് ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് മൈൻഡ് അത്ര ശരിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു യാത്ര അത്യാവശ്യമായിട്ട് തോന്നി. അങ്ങനെ ഇറങ്ങിയ ഒരു യാത്രയാണ് ഇവിടെ ചെന്ന് അവസാനിച്ചത്. ഈ ഒരു റൂട്ട് മൈൻഡിന് നല്ല റിലാക്സേഷൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇതാ അവിടെയായിട്ടൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ സേഫായി ഡ്രൈവ് ചെയ്യാമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമ്മളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്കും ഈ ഒരു സ്പോട്ടിലെത്തി. ചെമ്പനോടയിലെ ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയയാണ് ഇത്. ഈ ഒരു യാത്രയിലെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളിലൊന്നാണ് ഈ ഒരു പഴയ വുഡൻ ബ്രിഡ്ജ്. പെരുവണ്ണാമൂഴി കഴിഞ്ഞൊരു 10-15 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ എത്താൻ വേണ്ടി പറ്റും. മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് പിന്നെയും നമ്മൾ യാത്ര തുടർന്നു. കുറച്ചൊന്ന് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും വേറൊരു പാലം കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നല്ല ഒഴുക്കായിരുന്നു. ചെമ്പനോടയുടെ ഏറ്റവും മനോഹരമായ ഹൈ റേഞ്ച് വില്ലേജ് ഏരിയയിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഇതാണ് ഇവിടുത്തെ സെൻറ്റ് ജോസഫ് ചർച്ച്. എന്ത് രസമാണ് നോക്കിക്കേ. ഇതൊരു പക്ക ഹൈ റേഞ്ച് നാട്ടിൻപുറമാണ്. ചുറ്റും നീണ്ടു കിടക്കുന്ന പറമ്പുകളും തോട്ടങ്ങളൊക്കെ ആയിട്ട് വളരെ കുറച്ച് വീടുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു കൊച്ചു ഗ്രാമം. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ചുറ്റും വാട്ടർഫോൾസും ചെറിയ ചെറിയ അരുവികളും. അങ്ങനെ നമ്മളിതാ പൂഴിത്തോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു വ്യൂ ഒന്ന് നോക്കിക്കേ. ഈ കോടമഞ്ഞ് മൂടിക്കിടക്കുന്നത് ഉച്ചയ്ക്ക് ഒരു 1 മണി 2 മണി സമയത്താണെന്ന് ഓർക്കണം. അങ്ങനെ അവിടെ അടുത്തുള്ളൊരു കടയിൽ കയറി 2 മിഠായിയും വാങ്ങിച്ച് നാട്ടിലേക്കുള്ള വഴിയും ചോദിച്ച് ഞങ്ങൾ ഇറങ്ങി. ഈ ഒരു പുഴ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറ്റ്യാടി ഭാഗത്തേക്ക് പോകാനുള്ള ബോർഡ് കാണാമെന്നാണ് പറഞ്ഞത്. കുറച്ചൊന്ന് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഇതാ ഇവിടെ ഈ ഒരു വ്യൂ കാണാൻ പറ്റി. ഒരു അടിപൊളി വാട്ടർഫോൾസ്. അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ മൊത്തം കോടമഞ്ഞ് പതച്ച വഴിക്കൂടെയായിരുന്നു യാത്ര. ഈ ഒരു വഴിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ യാത്രയിൽ ഇഷ്ടപ്പെട്ടത്. മഞ്ഞ് കാരണം വഴികളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഹിൽസ് ബീൻ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടായിരുന്നു.
അങ്ങനെ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ച് നേരെ നാട്ടിലേക്ക് തിരിച്ചു. വരുന്ന വഴിക്ക് കക്കട്ടിലെത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. കുറച്ച് നേരം അവിടെ കയറി നിന്നു. പിന്നെ ആണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നാദാപുരത്തുള്ള ആലക്കൽ തട്ടുകടയിലോട്ട് വന്നു. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ മട്ടൻ കറിയും ഒറോട്ടിയാണ്. ഒറോട്ടി നമുക്ക് കിട്ടിയില്ല. മട്ടൻ കറി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നമ്മൾ മട്ടനും ബീഫും പിന്നെ പത്തിരിയും പറഞ്ഞു. അങ്ങനെ അവിടെ നല്ല ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട്